എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രസംഗ മത്സരം ഭംഗിയായി ഇവിടെ നടന്നു. നല്ല 3 ജഡ്ജസ് ഉണ്ടായിരുന്നു. അവർ തീരുമാനമെടുത്തു. അതിൽ വിജയിച്ചവരെ അഭിനന്ദിക്കേണ്ട ചുമതല എനിക്ക് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ അഭിനന്ദിക്കുന്നു. വിഷയം ശ്രീനാരായണ ഗുരുവാണെന്ന് ഞാനിവരിൽ നിന്ന് മനസ്സിലാക്കി. ശ്രീനാരായണ ഗുരുവിൻ്റെ 2 പ്രത്യേകതകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, അദ്ദേഹം ഏറെക്കാലം അന്വേഷകനായിരുന്നു. കുട്ടിക്കാലത്ത് 5-6 വയസ്സുള്ളപ്പോൾ അടുത്തുള്ള വീട്ടിൽ ചെന്ന്, ഹൃദയഗൃഹമാണ്, കീടരുണ്ട്, അവിടെ ചെന്ന് അവിടുത്തെ കഞ്ഞി തിളച്ച് മറിയുന്നത് കണ്ട് തീ കെടുത്തിയിട്ട് പോന്നു. എല്ലാവരും ശകാരിച്ചപ്പോൾ പുലരുടെ വീട്ടിൽ പോകാവിടാതൊക്കെ ചോദിച്ചപ്പോൾ ഒരു മനുഷ്യരില്ലേ എന്ന ചോദ്യം വളരെ ഇന്നസെൻ്റായിട്ട് ചോദിച്ച ചോദ്യമാണ്. അത് കുട്ടിക്കാലത്ത് ആരംഭിച്ചതാണ്. ജാതി പേര് മനുഷ്യരൊന്നായി കാണുക എന്നുള്ളത്. കുഷ്ഠരോഗി പിടിച്ച് അന്ന് അവരെ അകറ്റി നിർത്തും. നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ പരിചിതനായ ഒരാൾ അയാളെ വീട്ടിൽ കാണാൻ പോയി. അങ്ങനെ എപ്പോഴും പതിതരുടെ ബന്ധുവാകുന്നതിൽ സ്വാഭാവികമായ ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചിരുന്നു. പിന്നീടാണ് അദ്ദേഹം സന്യാസത്തിന് പോകുന്നത്. ആദ്യത്തെ വൃത്തി ഏതാണ് നിങ്ങൾക്കറിയാം, അവധൂത വൃത്തിയാണ്. ഈ അവധൂതനാവുക എന്ന് പറയുന്നത് ഭിക്ഷ തേണ്ടി ആഹാരം കഴിക്കുക എന്നാണ് അർത്ഥം. ഭിക്ഷു എന്ന് പറയുന്നത് എപ്പോഴും സാമൂഹ്യ വിരുദ്ധനാകാൻ സാധ്യതയുള്ള ഒരേർപ്പാടാണ്. കാരണം ആരും ഭിക്ഷ കൊടുക്കുന്നത് സന്തോഷത്തോടെയല്ല. പലരും ഒരു വീട്ടിലൊന്നുമില്ല, വയ്ക്കോ എന്നൊക്കെ പറഞ്ഞു വിടും. കൊടുക്കുന്നത് തന്നെ ഒരു ദുർമുഖത്തോടു കൂടിയാണ്. വളരെ ചുരുക്കം പേരാണ് സന്മനസ്സിൽ കൊടുക്കുന്നത്. പക്ഷേ ദുർമുഖം കണ്ടാലും അപമാനിതരായാലും അതേ തരത്തിൽ കണ്ടുകൊണ്ട് സ്വീകരിക്കണം. അത് മാനസികമായ വലിയ ശിക്ഷണമാണ്. നമ്മുടെ മധ്യത്തിൽ കാണുന്ന ഈ ഭിക്ഷുക്കളെല്ലാം പിള്ളേരെ മോഷ്ടിച്ചിട്ട് പോവുക, അവരുടെ കൈകാലൊടിച്ച് തെണ്ടാൻ ഉപയോഗിക്കുക എന്നൊക്കെ ഒരു സംഘമുണ്ട്. നിങ്ങൾക്കറിയാം. അവരങ്ങനെയാകുള്ളൂ. കാരണം ഭിക്ഷാടനം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും മോശമായ വശത്തെ കാണാൻ അവർക്ക് അവസരം നൽകുന്നു എന്നതാണ്. പക്ഷേ അത് കാണാതെ ഭിക്ഷാടനത്തിലൂടെ മനുഷ്യൻ്റെ നന്മ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ബുദ്ധനാണ് മറ്റൊരു ഉദാഹരണം. ബുദ്ധൻ അതാണ് ചെയ്തത്. അവധൂത വൃത്തിയാണ്. ഈ അവധൂത വൃത്തി അദ്ദേഹം എവിടെയൊക്കെ പോയി? കേരളത്തിൽ മാത്രമല്ല. ഇപ്പോൾ തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ നാട് ചെമ്പഴന്തിയാണ്. കൊല്ലത്ത് വരുന്ന കാൽനടയായിട്ടാണ് മിക്കവാറും സഞ്ചരിച്ചത്. തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, കർണാടകത്തിൽ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം നടന്ന് മനസ്സിലായത് മനുഷ്യനാണ് എന്ന് തന്നെയാണ്. ചീത്ത അനുഭവം ഉണ്ടായി കാണും. പക്ഷെ അതെല്ലാം പുറത്തുകൊണ്ടാണ് പോയത്. അതിന് ഇടയിലാണ് യോഗാഭ്യാസം. ഒരു തൈക്കാട്ടയ്യാവെന്ന് പറയുന്ന യോഗാഭ്യാസത്തിൻ്റെ നായകൻ്റെ കീഴിൽ യോഗം പഠിച്ചു. ആണ് ചട്ടമ്പി സ്വാമി അദ്ദേഹം സഹപാഠികളാകുന്നത്. അവിടെ വെച്ചാണ്. യോഗാഭ്യാസത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ത് നിങ്ങൾക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ യോഗാഭ്യാസം ചെയ്തിട്ടുണ്ട്. അത് ഒരു ഫിസിക്കൽ എക്സർസൈസ് എന്ന രീതിയിലാണ്. യോഗാഭ്യാസം അവർ പറയുന്ന കുണ്ടലിനി ഉണരുകയും ബോധോദയമുണ്ടായി പുതിയ അതീത സത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നത് ഈശ്വരനെ സംബന്ധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം കുണ്ടലിനി പാട്ട് എഴുതിയിട്ടുണ്ട്.
ആട് പാമ്പേ പുനം തേട് പാമ്പേ. അത് വായിച്ചാൽ അതിലൂടെ അതിൻ്റെ അനുഭൂതിയുടെ രസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല, ഏകദേശം ഊഹിക്കാൻ പറ്റും. ഇതാണ് ഈ സാധനം. അതിലൂടെ അനുഭവങ്ങൾ നേടി. ഇതിന് ശേഷമാണ് മരുത്വാമലയിൽ കുറേ കാലം തപസ്സനുഷ്ഠിച്ചത്. മരുത്വാമല അന്ന് വലിയ കാടായിരുന്നു, മരങ്ങൾ, വന്യമൃഗങ്ങൾ, മുരുകൻ, പാമ്പ്, എല്ലാം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ പറ്റി ഒന്നും മിണ്ടിയില്ല, ആരോടും മിണ്ടിയില്ല. ഒരിക്കൽ മാത്രം നമ്മുടെ 2 സ്നേഹിതന്മാരുണ്ടായിരുന്നല്ലോ, അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ശിഷ്യനോട് പറഞ്ഞു, അവിടെ രാത്രി ഉറങ്ങാൻ നേരത്ത് ഒരു വ്യാഘ്രവും ഒരു മൂർഖൻ പാമ്പും കൂടെ കിടക്കുമെന്നടുത്ത്. അവർക്ക് എന്ത് പറ്റി എന്നറിയില്ല എന്ന് പറയുകയുണ്ടായി. അതും കഴിഞ്ഞ് താഴെ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ മുഖതേജസ് കൊണ്ട് ആളുകളെ വശീകരിക്കുന്ന വ്യക്തിയായി. കുമാരനാശാൻ്റെ നളിനി 1-ാം ശ്ലോകം അറിയാമോ? നല്ല ഹൈമവത ഭൂവിൽ ഏറെയായി കൊല്ലം അന്നൊരു വിഭാതവേളയിൽ ഉല്ലസിച്ചു യുവയോഗി ഏകൻ ഒറ്റയ്ക്കാണ്. ഉത്ഫുല്ലബാല രജിപോലെ കാന്തിമാൻ ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ കാന്തിമാനായി. ഇതിന് പിന്നീട് ടിപ്പണി എഴുതിയ ഒരാൾ ദൈവത്തെ വിശ്വസിക്കാത്ത ആളാണ്, സഹോദരൻ അയ്യപ്പൻ. സഹോദരനെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖം കണ്ട ഓർമ്മയിൽ എഴുതിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. അത് ടിപ്പണിനകത്ത് എഴുതിപ്പെടുത്തിയിട്ടുണ്ട്. ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് സൂര്യ തേജസ് പോലെ പ്രകാശമുണ്ടാകുമായിരുന്നു. അത് ഭല്ലബാലരെ പോലെയാണ്. അത് അദ്ദേഹം ഇന്നത്തെ പല താമസന്മാരെയും പോലെ ആശ്രമ ജീവിതം നയിച്ച് ധാരാളം ആളുകളുടെ കാണിക്ക അത്ഭുതങ്ങൾ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്ഭുതങ്ങളൊന്നും ചെയ്യില്ല. ഒരു മഹാനും അത്ഭുതത്തെ പ്രോത്സാഹിപ്പിക്കില്ല. അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസനോടൊരാൾ യോഗി വന്ന് പറഞ്ഞു, ഹഠയോഗിയാണ്, 25 കൊല്ലം ഞാൻ ഗംഗയുടെ മുകളിൽ കൂടി നടന്ന് കാണിച്ചു തരാം. അദ്ദേഹം പറഞ്ഞ മറുപടി, അത് 5 പൈസ കൊടുത്താൽ വള്ളത്തിൽ പോയാലോ, പിന്നെ എന്തിനായി 25 കൊല്ലം വെറുതെ പാഴായി കളഞ്ഞത്. അത് ശ്രീനാരായണ ഗുരു ഒരിക്കലും അത്ഭുതങ്ങളെ വിശ്വസിച്ചേനില്ല. അദ്ദേഹം ജനങ്ങളുടെ ഇടയ്ക്ക് വന്നു, ചെറിയൊരാശ്രമം താമസിക്കും. സ്വകാര്യ ജീവിതം, ശ്രദ്ധിക്കണം, സ്വകാര്യ ജീവിതം ഉണ്ടായിരുന്നില്ല. എല്ലാ സമയത്തും ശിഷ്യന്മാർ വന്നു. സന്യാസി ശിഷ്യന്മാരുണ്ട്, ആരാധകരുണ്ട്, വിമർശകരുണ്ട്, എതിരാളികളുണ്ട്, പലതരം ആളുകൾ. നമ്മളിൽ തന്നെ പലരുണ്ട്. ചിലർ സംശയാലുക്കളാണ്, ചിലർ ആരെ ആരാധിക്കുന്നവരാണ്, ചിലർ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസമില്ലാത്തവരാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ടെന്നാണ് പറഞ്ഞ ആളൊരു ശിഷ്യൻ. അപ്പോൾ അവരുടെ ഇടയിൽ കൂടി എത്ര കൊല്ലം ജീവിച്ചെന്ന് പ്രവർത്തിച്ചു. പൊതുപ്രവർത്തനം 1978 ആരംഭിച്ചു. 88 അരിപ്പുറം പ്രതിഷ്ഠ, 28 സമാധി, 50 കൊല്ലമുണ്ട്. ഈ 50 കൊല്ലം കൂടെ നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ ഒരു കളങ്കം പോലും ആൾ കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാം ശാന്തമായി കേൾക്കും, എല്ലാത്തിനോടും ഒരുപോലെ തന്നെ സഹാനുഭൂതിയോടെ മനുഷ്യത്വത്തോടെ പെരുമാറും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ഇത്രയും പേര് നടന്നത്. ഒരാൾ സ്വാമി സത്യവ്രതൻ അറിയാമായിരിക്കും. സത്യവ്രതൻ അയ്യപ്പൻ പിള്ളയാണ്. അയ്യപ്പൻ പിള്ള പറഞ്ഞ ഒരു ഈഴവൻ്റെ കൂട്ടത്തിൽ ഒരു കള്ളസന്യാസി ഇറങ്ങി നിന്നിട്ടുണ്ട്. ഞാൻ അയാളെ കണ്ട് കാര്യങ്ങൾ കാപട്യം ഞാൻ വെളിപ്പെടുത്തരാമെന്ന് പറഞ്ഞാണ് പോരുന്നത്. ആലുവ അദ്വൈതാശ്രമം താമസിക്കുക. കൂടെ വന്ന് 3 ദിവസം താമസിച്ചു, 2 രാത്രി. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. ഒന്നും മിണ്ടുന്നില്ല ആരോടും.
തിരിച്ചു പോയതിന് ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു. എനിക്ക് സന്യാസം വേണം, അത് അങ്ങയുടെ കീഴിൽ തന്നെ വേണം. അങ്ങനെയാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. അദ്ദേഹമാണ് സ്വാമി സത്യവ്രതൻ. സത്യവ്രതനായി മരിച്ചു. അദ്ദേഹം മരിച്ച ശ്രീനാരായണ ഗുരു പറഞ്ഞു. അപ്പോൾ ഈ എല്ലാ സന്ദർഭങ്ങളിലും പ്രകോപിതനാകില്ല. ജാതിയെപ്പറ്റി ഞങ്ങളെ പറയും, അദ്ദേഹം പറഞ്ഞിട്ടില്ല. ജാതി ഭേദം പാടില്ല എന്നേ പറയുന്നുണ്ട്. മനുഷ്യരെല്ലാം ഒന്നാണ്. അവിടെയാണ് അദ്ദേഹത്തിന് പ്രസിദ്ധമായ നിർവചനം ലോകം അംഗീകരിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ മതം ഒന്നാണ്, ജാതി ഒന്നാണ്, മനുഷ്യത്വം. മനുഷ്യത്വം മനുഷ്യത്വം ജാതി, അതെഴുതി വെച്ചത്. അതിലൂടെ അദ്ദേഹം പ്രസംഗകനായിരുന്നില്ല, പക്ഷേ വളരെ ചുരുക്കമായി സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആളുകളെ പാചകം ചെയ്യാനും മറ്റേതും പ്രവൃത്തി ചെയ്യാനുമൊക്കെ ദലിത് കുട്ടികളുണ്ടായിരുന്നു, വലിയ ബാലന്മാരുണ്ടായി. ഇതാർക്കും അറിഞ്ഞില്ല എന്നാണ് പിന്നീടാണ് മനസ്സിലാകുന്നതൊക്കെ. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹം യുക്തിവാദിയായി ഒടുവിൽ. ഞാൻ അദ്ദേഹത്തിന് അന്ത്യകാലത്ത് കാണുമ്പോൾ പറഞ്ഞത് ദൈവമില്ല സാരം, വെറുതെ പറയുന്നതാണ്. സഹോദരനയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ്. സഹോദരനയ്യപ്പൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. ഇദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അപ്പോൾ സന്യാസിഷ്യന്മാരെ നമ്മുടെ അയ്യപ്പൻ പറഞ്ഞ കേട്ടില്ലേ? അയ്യപ്പൻ എന്ത് പറഞ്ഞു? അദ്ദേഹം തൃപ്പാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. തൃപ്പാദങ്ങൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ടെന്ന് മതം വേണ്ട, ഒരു മതമെന്ന് പറഞ്ഞു. ദൈവം വേണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ഉടനുണ്ടായത് അയ്യപ്പൻ്റെ കർമ്മങ്ങളിൽ ദൈവമുണ്ടല്ലോ എന്നാണ്. എവിടെയാണ് ദൈവം വേണ്ടത്? എവിടെയാണ് ദൈവം വേണ്ടത്? ഉത്തരം പറയും. ടാഗോറിൻ്റെ കവിതയിൽ ഗീതാഞ്ജലിയിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ദേവാലയത്തിൻ്റെ മുമ്പിൽ രുദ്രാക്ഷമെണ്ണി മന്ത്രമുച്ചരിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന അല്ലയോ ഭക്ത, നീ കണ്ണു തുറന്ന് നോക്കൂ, അവിടെ വേറെ കരിങ്കല്ല് മാത്രമാണുള്ളത്. നിനക്ക് ദൈവത്തെ കാണണമെങ്കിൽ ലോകക്ഷേമത്തിന് വേണ്ടി വിയർപ്പൊഴുക്കുന്നവരെയും കണ്ണീരൊഴുക്കുന്നവരെയും പോയി കണ്ടാൽ മതി. അവരാണ് ദൈവം. വളരെ വിപ്ലവകരമായ ടാഗോറും മിസ്റ്റിക്കാണ്. ഈശ്വരാനുഭൂതി ക്ഷണികമായെങ്കിലും ലഭിച്ച വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ റെമനിസൻസിലുണ്ട്. അപ്പോൾ ഈ വർഗത്തിൽപ്പെട്ട ഒരാളാണ് ശ്രീനാരായണ ഗുരു. അതുകൊണ്ടാണ് അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന ഒരു വ്യക്തിയാണ് കുമാരനാശാൻ. എന്നും ആരാധകനാണ്. ഈശ്വരതെല്ലാം സ്നേഹിച്ച ആളാണ്. ഇത് അന്യർക്ക് ഗുണം ചെയ്യുന്നതിന്, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ആയുസ്, വപുസ്, ശരീരം, ധന്യത്വമുടങ്ങ്, ആത്മതപസ്സും ബലി ചെയ്യൂ. നമ്മൾ ദർശനത്തിനാണ് ചെയ്യുന്ന പല സ്ഥലത്ത് വരുന്ന കാണിക്ക എഴുതുന്നു. എല്ലാ താമസന്മാർക്കും പണമാണ്, ധാരാളം പണം. ഇന്ന് പ്രത്യേകിച്ചും പണമില്ലാത്ത ഒരാളിന് നമുക്ക് ആവശ്യമില്ല. ആ ലോകത്തിൽ അത്തരമുള്ള ലൗകിക നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അവയ്ക്ക് അതീതമായി നിന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ സംശുദ്ധമായ ജീവിതത്താൽ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അത്. അതിൽ നിന്നാണ് നവോത്ഥാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഭരിച്ചതാണ്. വിവേകാനന്ദൻ ഈ SNDP യോഗം ഉണ്ടാക്കുന്ന ഒരു പ്രചോദനം സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം ഡോക്ടർ പപ്പിയോട് പറഞ്ഞത് നാട്ടിൽ പോവുക. അദ്ദേഹം ബാംഗ്ലൂരിലായിരുന്നു. അവിടെ ചെന്ന് സംഘടന ഉണ്ടാക്കുക പോരാ, അതിന് ആത്മീയതയുള്ള ഒരു നേതാവിനെ സൃഷ്ടിക്കുക. അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മേലാളിൽ. അദ്ദേഹം ഒരിക്കലും ഈഴവനായിരുന്നില്ല. 2-3 പ്രാവശ്യം പ്രഖ്യാപനം ഇറക്കി, ഞാൻ ഈഴവനല്ല, നമുക്ക് ജാതിയോ മതമോ ഇല്ല. ആര്യവിശ്വസി കഴിഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ മുഖപത്രമുണ്ട്, അവരുടെ ഔദ്യോഗിക ഇപ്പോഴുണ്ടത്, ഞാനതിലൊക്കെ എഴുതാറുള്ളതാണ്. അതിലദ്ദേഹം പരസ്യമായിട്ട് കൊടുത്തു,
നമ്മെ ഇപ്പോഴും ചിലർ ജാതിയിലും മതത്തിലും ഉൾപ്പെടുത്തി കാണുന്നു. നമുക്ക് ജാതിയോ മതമോ ഇല്ല, മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യനാവുക എന്ന സന്ദേശം ഈ കാലഘട്ടത്തിന് വളരെ ആവശ്യമാണ്. ഇന്ത്യയിലിപ്പോൾ ഹിന്ദുമതം ചാതുർവർണ്ണ്യം വേണമെന്നാണ് പറയണത്. ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണനുണ്ടാക്കിയതാണല്ലോ. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഭഗവത്ഗീതയിലുണ്ട്, പ്രക്ഷിപ്തമാണെന്നും പറയുന്നുണ്ടത്. അതിനു വേണ്ടിയാണിപ്പോൾ കോലാഹലം മുഴുവൻ. ഗാന്ധിജി വന്ന് ചോദിച്ചത് അറിയാമോ എന്താണെന്ന്? ഈ ഇലകൾ പലതല്ലേ സ്വാമിജി, മനുഷ്യരെങ്ങനെയാണ് ഒരേ വർഗമാകുന്നത്? സ്വാമി പറഞ്ഞ ഉത്തരം, അതിൻ്റെ ചാറെല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ രസമാണ്, ഒരേ ഗുണമാണ്. എസൻഷ്യലി നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സാണ്. ഈ അർത്ഥത്തിലുള്ള ഒരു വലിയ വീക്ഷണത്തോടെ അദ്ദേഹത്തെ കാണും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ ഈ ജീവിതത്തിന്, കർമ്മബഹുലമായത് ജീവിതത്തിന് ഇത്രയധികം പ്രകമ്പനം കേരളത്തിലുണ്ടാക്കാൻ സാധിച്ചത്. അതാണ് അങ്ങേ തിരുനാമ വ്യാഹാര വരത്താൽ. വ്യാഹാരം ശബ്ദമാണ്. ശ്രീനാരായണ ഗുരു എന്ന് കേൾക്കുമ്പോൾ ബോധേശ്വരൻ, സുഗതകുമാരുടെ പിതാവ്, 3 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. ഇവരോട് കേസരി ബാലകൃഷ്ണൻ വഴി പോകുന്നത്. അദ്ദേഹം അന്വേഷകനായിരുന്നു. എനിക്ക് നേരിട്ടറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ തൻ്റെ നിശബ്ദമായ വാചാലമല്ലാത്ത ജീവിതത്തിലൂടെ ജീവിച്ച് ഒരു ജീവിതം കൊണ്ടാണ് അദ്ദേഹം ഈ മാറ്റമുണ്ടാക്കിയത്. വിവേകാനന്ദൻ അതിന് മുമ്പ് വന്നിട്ട് പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണെന്നാണ്. ഭ്രാന്താലയമാണ്. വിവേകാനന്ദൻ നമ്മളോട് യാതൊരു വിരോധവും ഇല്ല, സാത്വികനാണ്. അദ്ദേഹം അത് പറഞ്ഞു. അത്ര മോശമായ ആചാരങ്ങൾ, ജാതിസ്പർദ്ധ, മതസ്പർദ്ധ, ഇതൊക്കെ കണ്ടമാനം കൂടിയിട്ടുണ്ട്. ആ പീരീഡിൽ ശ്രീനാരായണ ഗുരു നമുക്ക് ഏകാന്തമായ ഒരു ബിംബമായി നമ്മുടെ കാണും. അതിനാണ് വിഷയം കൊടുത്തതിൻ്റെ ഔചിത്യം ഞാൻ പറയുക. കുട്ടികൾ എന്തോരം ഞാൻ കേട്ടില്ല. കുട്ടികൾ അത് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ഉയരണം. എല്ലാവരെയും സംഘടന കൊണ്ട് ശക്തരാകൊണ്ട് നിർത്തിയില്ല. സംഘടനയിൽ പവർ, അധികാരം, അടമലിയുണ്ടാകും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, അതിന് പൂരകമാണത്. കോംപ്ലിമെൻ്ററിയായിട്ട് പറയുന്നതാണ്. വിദ്യ എന്ന് പറയുന്നത് അധികാര വർജനമല്ല, അധികാര ഉപേക്ഷിക്കലാണ്. ശ്രീബുദ്ധൻ വിദ്യ നേടിയത് കിരീടമണിയായിട്ട് ശിരസ് മുണ്ടനം ചെയ്ത് ചെങ്കോൽ വഹിക്കേണ്ടത് കേൾപ്പിച്ച ഭിക്ഷാപാത്രമെടുത്ത് ജനങ്ങൾക്കിടയിൽ പോവുകയും ധ്യാനിക്കുകയും ചെയ്തതിലൂടെയാണ്. ഇന്ന് അധികാരത്തിന് വേണ്ടി 2, 3, 4 സംഘടന പ്രസിഡൻ്റാവും മാറുകയില്ല. SNDP യോഗത്തിരിക്കുന്ന പ്രസിഡൻ്റ് 25, 26 കൊല്ലമായി. ഇലക്ഷൻ നടത്തിയല്ല, ഒന്നും നടത്തിയില്ല. അപ്പോൾ ആ തരത്തിലുള്ളൊരു മാറ്റം വന്ന കാലഘട്ടത്തിൽ ഈ വിഷയം എല്ലാ നിലയിലും മാർഗദർശിയാണ് എന്ന് ഞാൻ കരുതുന്നു. തിരഞ്ഞെടുത്തവർ തനൂജ ഇതെല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. തനിയ ലളിതാംബിക അന്തർജനത്തിൻ്റെ പേരക്കുട്ടിയാണ്. ലളിതാംബിക അന്തർജനം ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്ന് വാക്കുകൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായ, സുഹൃതം നേടിയ ഒരു പുണ്യവതിയാണ്. നല്ല കഥ എഴുതി, നല്ല നോവലും എഴുതി. അപ്പോൾ ആ ഒരു വിപ്ലവകരമായ പാരമ്പര്യത്തിൻ്റെ ഇപ്പോഴത്തെ സന്തതിയാണ്. അതാണ് ആ ലേഖനം വന്നത്. ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുകയാണ്. അതാദ്യം എഴുതിയത് വീട്ടിൽ ഭട്ടതിരിപ്പടാണ്. വീടുകൾക്കല്ല, ഇനി നാം അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക. അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രമാകണമെങ്കിൽ, അനാചാരം വളർത്തുന്നതാണെങ്കിൽ എന്ന ഒരു ലേഖനമുണ്ടായി. അതിൻ്റെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അതൊക്കെയാണ് ഒരു കാലഘട്ടം. നമ്മളതാണെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ എന്താണ് അസത്യയുഗം, സത്യാനന്തര യുഗം എന്നാം പറയും. വളരെ സത്യമാണ്. നീചന്മാർ ആകുന്നതിൽ, കക്ഷി മാറുന്നതിൽ, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നതിൽ മടിയില്ലാത്ത
ചർമ്മകാഠിന്യമുള്ള അനേകം പേരെ കാണുന്ന സമൂഹത്തിൽ ശ്രീനാരായണ ഗുരു നമുക്ക് അനുകരണീയമായ ഒരു മാതൃകയാണ്. അത് തന്നെ വിഷയമായെടുത്തതും കുട്ടികൾ 2 പെൺകുട്ടികളാണ് വന്നത്. പെൺകുട്ടികൾക്ക് പ്രസംഗം വശമാവില്ലെന്നാണ് പഴയ ധാരണ. ഡോക്ടർ ജോൺസൺ കേട്ടിട്ടുണ്ട് നിങ്ങളില്ലേ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നീട്ടി പറഞ്ഞു പോകുന്നു, സ്ത്രീ പ്രസംഗിക്കുന്നത് പട്ടി 2 കാലിൽ നടക്കുന്ന പോലെയാണെന്നാണ്. നടക്കേണ്ട ആ പ്രൗഢിയല്ല, ഇവൻ പൊങ്ങി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഇതാണല്ലോ, നമ്മളവനെ തപ്പി തപ്പി നടക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒന്നാന്തരം പ്രസംഗകനാണ് ബെർണാഡ് ഷാ. ലോകത്തെ മുഴുവൻ പരിഹാസമായിട്ട് കാണുന്ന വ്യക്തിയുമാണ്. ബെർണാഡ് ഷാ ഒരാളെപ്പറ്റി പറഞ്ഞു. ആരാണെന്നറിയാമോ? ആനി ബെസൻറ്റ്. ആനി ബെസൻറ്റ് വന്നു നിന്നാൽ ഒരുത്തൻ അനങ്ങാൻ പെടില്ലാത്ത തരത്തിൽ സദസ്സനെ മുഴുവൻ മെസ്മറൈസ് ചെയ്ത്, ഈ പൂച്ചെണ്ട് എന്ന് പറഞ്ഞാൽ പൂച്ചെണ്ട് നിങ്ങൾക്ക് തോന്നിപ്പോവും. അങ്ങനെ മെസ്മറൈസ് ചെയ്ത് മനുഷ്യരെ മുഴുവൻ കയ്യിലാക്കുന്ന ഒരു വ്യക്തിയാണ് സരോജിനി ആനി ബെസൻറ്റ് ഡോക്ടർ. പിന്നീട് ഒടുവിലൂടെ അന്നത്തെ സൊസൈറ്റി. നമ്മുടെ നാട്ടിൽ ഒരാളുണ്ടത്, സരോജിനി നായിഡുവാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആദ്യ പ്രസിഡൻ്റായ ഇന്ത്യക്കാരൻ DF കാരക. എല്ലാ സ്വീഡൻ ഇംഗ്ലീഷിൽ അവരുടെ അച്ഛന് സംസാരിക്കും. ഇവിടെ വന്നതിന് ശേഷം കണ്ട ചിത്രങ്ങൾ ഓർമ്മക്കുറിച്ച് പഴയ കൂട്ടത്തിൽ സരോജിനി നായിഡുവിനെ കേട്ടപ്പോഴാണ് ദ ബെസ്റ്റ് ഒറേറ്ററിയായോ എവർ ഹേർഡ് രേഖപ്പെടുന്നത്. ആ വർഗത്തിലേക്ക് 2 പേർ വന്നിരിക്കുന്നു. ആ വർഗത്തിലേക്ക് വരണം, അവർക്ക് മാറ്റാൻ കഴിയണം. കേരളത്തിൽ അങ്ങനെ പ്രസംഗിക്കുന്ന ആനി ജോസഫ് സാറുകൾ പ്രസംഗിക്കുമായിരുന്നു. ഞാൻ അവിടെ വെച്ച് പലപ്പോഴും പോയിട്ടുണ്ട്. ചിലപ്പോൾ നീട്ടിപ്പോകുമെന്ന് മാത്രമേ. ആ പ്രസംഗം സാർത്ഥകമാകണമെങ്കിൽ ജനങ്ങളിൽ നമ്മുടെ ആശയം അവശേഷിക്കണം. എന്നോട് ചോദിക്കുന്നു, ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയണം. നാളെ നിങ്ങൾ പ്രതിഷ്ഠിക്കണം തന്നെ വേണം. 2 ആളുകളെ അത് പ്രചോദിപ്പിക്കുകയും വേണം. അതും ഒരാവശ്യമാണ്. ഇങ്ങനെയാണ് പ്രസംഗത്തിൻ്റെ പോക്ക്. ഏതായാലും പ്രസംഗം കഴിഞ്ഞു, മംഗളകരമായി കഴിഞ്ഞു, സമ്മാനം കൊടുത്തു. എല്ലാം ഭാവിയിൽ ചാവറേച്ചൻ്റെ മാതൃകാ ജീവിതത്തോടുകൂടി, അദ്ദേഹം ഇന്ന് സെയിൻ്റാണ്. ആ സെയിൻ്റ് എന്ന നിലയിൽ കേരളത്തിൽ ഒരു 1/2 നൂറ്റാണ്ട് മുമ്പിലാണ് ഏകദേശം ജനിച്ചത്. ആദ്യമായി നമ്മുടെ ദളിതർക്ക് വേണ്ടി പള്ളിക്കൂടത്തിൽ കെട്ടിയില്ലായിരുന്നു ഈ ദളിതർ. 7 കാതം അകറ്റേ നിർത്തുകയുള്ളൂ. ആദ്യം അവർക്ക് അവകാശം കൊടുത്തപ്പോൾ അതിന് എതിർത്ത ഒരാളിനെ അറിയാം ആരാണെന്ന്. എല്ലാ ജാതിക്കാർക്കും സ്കൂളിൽ പ്രവേശനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം എഴുതിയത്, ഏറെക്കാലം പാടത്ത് കൃഷി ചെയ്തവരെയും ഏറെക്കാലം തലച്ചോറിൽ കൃഷി ചെയ്തവരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നത് പോത്തിനെയും ആടിനെയും ഒരേ ലോകത്തിന് കീഴിൽ കെട്ടുന്നത് പോലെ. ആടെന്നാണ് ഞാൻ മറന്നുപോയി. അത് എഴുതിയ ഒരാൾ നമ്മുടെ രാജ്യത്തുണ്ട്. അദ്ദേഹത്തെ പ്രതിമ തിരുവനന്തപുരത്തുണ്ട്. കേരളത്തിലെ അനേകം വൈകല്യങ്ങൾക്ക് ദൃഷ്ടാന്തമായ ഒന്നാണ്. അതല്ല, അവരിൽ തേച്ച് മിനുക്കിയാൽ കാന്തിയും മൂല്യവും വയ്ക്കുന്ന കല്ലുകൾ ഭാരതാംബേ. അവർക്ക് അവസരം കൊടുത്താൽ അവർ അംബേദ്കറാകും, അംബേദ്കറിന് അപ്പുറവുമാകും, ഡോക്ടർ ഐൻസ്റ്റീൻ ഉണ്ടാകും. അവരെല്ലാം എത്രയോ നൂറ്റാണ്ടുകളായി നശിപ്പിച്ച് മനുഷ്യരില്ലാതാക്കി തീർത്ത ഒരു വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിന്ന്. അത് ചാതുർവർണ്ണ്യം. ഇന്നത് വായിക്കുകയാണെങ്കിൽ കൊണ്ടുവരണം. അതുകൊണ്ട് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസംഗകർ മനുഷ്യരാക്കാൻ, മനുഷ്യ നന്മയെ ഉണർത്താൻ തങ്ങളുടെ പ്രസംഗകല സമർപ്പിക്കണമെന്ന് മാത്രം ദൈവനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിനയപൂർവ്വം അവസാനിപ്പിക്കുന്നു.